ഹലോ, എസ്ട്ര ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ സാരീസ് ആയിട്ടാണ്. നമുക്ക് കുറേ ആൾക്കാർ ഇതുപോലെ സാരീസ് ഇപ്പോൾ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളത് റാൻഡം ആയിട്ട് ഓരോരുത്തർ ചിലർ പറഞ്ഞാൽ 3-4 സാരീസ് അയക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ തന്നെ അല്ലാണ്ട് കുറച്ച് ആൾക്കാരുടെ മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് സാരീസ് വീതമാണ് ഓരോ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് സാരീസ് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലുള്ള കോട്ടൺ ചെക്കോട്ട സാരിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫുൾ ബോർഡറിൽ കൂടെ ഈ കസൂത്തി വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്തൊരു ഓറഞ്ചിന്റെയും ഒരു ബ്ലാക്കിന്റെയും കോമ്പിനേഷനിലാണ് ഈ ഒരു കസൂത്തി വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയും നല്ല ഇതുണ്ടെന്നോ, എൻ്റെ ഒരു കൈപ്പത്തിനേക്കാളും വീതിയിൽ ഇതിന്റെ പല്ലു പോർഷന്റെ എൻഡ് വരുന്ന പോർഷനാണ്. അത്രയും വീതിയിൽ ഫുൾ ആ ഒരു പല്ലു പോർഷൻ ക്ലോസ് ചെയ്ത് ഈ ഒരു കസൂത്തി വർക്ക് വരുന്നുണ്ട്. നല്ല റിച്ച് ആയിട്ട്, അതുപോലെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഈ ഒരു ഗ്രീൻ ഓറഞ്ച് ബ്ലാക്ക് കോമ്പിനേഷൻ നന്നായിട്ട് ഈ ഒരു സാരി ഉടുത്ത് വരുമ്പോഴത്തേനും വർക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോലത്തെ ആ ഒരു ഇതാണ്. അതുപോലെ ഈ കസൂത്തി വർക്കൊക്കെ ട്രഡീഷണൽ വർക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഒരു എലഗൻസ് എപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെ ഇതിന്റെ ഫുൾ ബോഡിയിലും ഈ ഒരു സാരിയുടെ ഫുൾ ബോർഡറിലും ഇതുപോലെ ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ഈ ഒരു സെയിം ഡിസൈൻ ഇങ്ങനെ റണ്ണിങ് ആയിട്ട് ഫുൾ ബോർഡറിൽ കൂടെയും പോകുന്ന പോലെയാണ് ഈ ഒരു സാരി. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും ഫുൾ ആ ഒരു ബോർഡറിൽ വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാരിയാണ്. ഇത് നമുക്ക് ഓറഞ്ച് കളറോ അല്ലെങ്കിൽ ഈ ഒരു പിസ്ത ഗ്രീൻ കളറോ ബ്ലൗസ് ഒക്കെ വെച്ച് തന്നെ പെയർ ചെയ്യാം. ഇതിന്റെ ഈ ഒരു കുത്തുന്ന ഭാഗത്ത് ഇത്രയും ഭാഗം ഒഴികെ ബാക്കി ഫുൾ ഈ ഒരു സാരിയിൽ ബോർഡർ വർക്ക് വന്നിട്ടുണ്ട്. ഫുൾ ബോഡിയിലും ഫുൾ ബോർഡറിലും ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്ന ടൈപ്പ് ഒരു സാരിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാരിക്ക് പ്രൈസ് വരുന്നത് 2755 ആണ്. അപ്പം ഈ സാരി ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് എൻക്വയറി ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്ന ഈ ഒരു കസൂത്തി വർക്ക് വരുന്ന ഒരു സാരി തന്നെയാണ്. ഇതൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലുള്ള സാരിയാണ്. സാരി നൈലോൺ കോട്ട ഫാബ്രിക് വരുന്ന സാരിയാണ്. നമുക്ക് പ്യുവർ കോട്ട വരുന്ന കോട്ടൺ കോട്ട അല്ല, കോട്ടൺ കോട്ടയിൽ വരുന്ന അതേ ചെക്ക് പാറ്റേൺ തന്നെ വരുന്ന നൈലോൺ കോട്ട ഫാബ്രിക് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കോട്ടൺ ഫാബ്രിക് അല്ല, എന്നാലും നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന സാരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. ഇതിന് ഫുൾ ആയിട്ടും ഈ ഒരു ബോർഡറിൽ കൂടെ നേരത്തെ കാണിച്ച സാരിയിലെ പോലെ തന്നെ ഈ ഒരു കസൂത്തി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ ഡിസൈൻ കൂടാതെ പല്ലുവിനൊരു ഇടയ്ക്കൂടെ, അതായത് പല്ലുവിന്റെ നമ്മൾ സാധാരണയൊക്കെ ഒരു ഡിവിഷൻ കാണുന്നത് പോലെ തന്നെ പല്ലുവിൽ ഒരു ലൈൻ കൂടെ ഈ ഒരു പല്ലുവിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റിച്ച് പല്ലു ഉള്ള ഒരു സാരിയാണ്. അതുപോലെ നല്ല വീതിയിലും നല്ല തിക്കായിട്ടും തന്നെയാണ് ഈ ഒരു കസൂത്തി വർക്ക് കൊടുത്തിരിക്കുന്നത്. മെറൂൺ ഓറഞ്ച് കോമ്പിനേഷനിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാരിയിൽ നമുക്ക് ഫുൾ ബോർഡറിലും ഈ വർക്ക് വരുന്നുണ്ട്. ഇതുപോലെ സാരിയുടെ ഫുൾ ബോർഡറിൽ കൂടെയും ഈ ഒരു വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സാരിയിൽ നമ്മൾ അകത്ത് വരുന്ന സൈഡിലും ഈ വർക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റേ സാരിയിൽ നമ്മൾ ഉടുത്ത് വരുന്നതിന് ബോട്ടം പോർഷനിൽ വരുന്ന സൈഡിൽ മാത്രമേ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സാരിയിൽ വരുമ്പോഴത്തേനും ഉൾവശത്തും ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉടുക്കുമ്പോൾ കാണുന്ന അത്രയും ഭാഗത്ത് ഉൾവശത്തും ആ ഒരു ഡിസൈൻ കൊടുക്കുന്ന പോലെയാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളറുമാണ്. ആ കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. അതുപോലെ ഇതിന്റെ എൻ പോർഷൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന പോലെയാണ് ഇതിന്റെ ഒരു എൻ പോർഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2795 റുപ്പീസ് ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഈ സാരിയിൽ മൾട്ടി കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി പാറ്റേൺ ആണ്. ഇതിന്റെ പല്ലു പോർഷനാണ്. പല്ലു പോർഷനിൽ ഒരു വലിയ ഡിസൈനും 2 കുഞ്ഞു ഡിസൈൻസോ കൊടുത്തിരിക്കുന്നത്. മൾട്ടി കളർ ത്രെഡ് ഈ ഒരു ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ വർക്ക് നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിന്റെ പല്ലുവിന്റെ അപ്പുറത്തെ എൻഡിലും ഇതേ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതേ പാറ്റേൺ ഡിസൈൻ നമ്മൾ നേരത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഇത് നമുക്ക് വീണ്ടും ചെയ്തിരിക്കുന്നതാണ്. അതിന്റെ സെയിം പാറ്റേണിലുള്ളൊരു സാരി. ഇതിന്റെ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ടാണ് വർക്ക് വന്നിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ ഇരിക്കുന്നത്. 2 വലിയ ഡിസൈനും ഒരു ചെറിയ ഡിസൈനും വരുന്നത് പോലെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു സെയിം കളർ കോമ്പിനേഷൻ, അതായത് ആ മൾട്ടി കളർ ആയിട്ടുള്ള ആ ഒരു ത്രെഡ് തന്നെ യൂസ് ചെയ്ത് അത് നമ്മുടെ പല്ലുവിൽ കണ്ട ആ വലിയ ഡിസൈനും പല്ലുവിൽ ചെറുതായിട്ട് കാണിച്ച ഡിസൈനേക്കാളും കുറച്ചുകൂടെ സൈസിലുള്ള ഡിസൈനുമായിട്ടാണ് ഇതിനകത്ത് ചെസ്റ്റ് പോർഷനിൽ ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പ്രിന്റഡ് ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. കാരണം ഈ ഒരു ഡിസൈനകത്ത് കുറേ കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസസ് ഒക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. ബ്ലാക്ക് ബ്ലൗസ് വെച്ച് പെയർ ചെയ്താലും നല്ല ഭംഗി തന്നെയായിരിക്കും. കാരണം അപ്പോൾ കുറച്ചുകൂടി ഈ ഒരു വർക്കിന് ഹൈലൈറ്റ് കിട്ടും. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ വലിയ ഡിസൈൻ തന്നെ റൈറ്റ് ലെഗ് പോർഷനിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1849 ആണ്. 1849 ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്.
നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു മിഷൻ എംബ്രോയിഡറി വർക്ക് ചെയ്തൊരു സാരിയാണ്. നമ്മൾ ഇത്രയും നേരം എല്ലാം കാണിച്ചെല്ലാം ഹാൻഡ് എംബ്രോയിഡറി വർക്കായിരുന്നു. ഇത് ഈ കാണിച്ചിരിക്കുന്നത് ഒരു മിഷൻ എംബ്രോയിഡറി വർക്കാണ്. നല്ല വലിയൊരു ഡിസൈൻ ഇതിന്റെ പല്ലു പോർഷനിൽ വരുന്ന പോലെയാണ് ഈ സാരി വരുന്നത്. ഈ ഒരു ഫാബ്രിക് വരുന്നത് ഡൂപ്ലിയോൺ സിൽക്ക് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഫാബ്രിക് ആണ്. മറ്റേ ട്രാൻസ്പാരന്റ് ഒന്നും അല്ലാതെ ഇതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഫാബ്രിക് ആണ്. ഈ ഡൂപ്ലിയോൺ സിൽക്കിന്റെ കട്ടി കൂടിയ ഫാബ്രിക് എന്നുള്ള രീതിയിലുള്ള മെറ്റീരിയലാണെന്നാണ് നമ്മൾ ഈ സബ്സ്ക്രൈബർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പം ഇതിനകത്ത് ഈ രണ്ട് ഡിസൈൻ ആണ്. ഇതിന്റെ പല്ലുവിന്റെ രണ്ട് വശത്തും സെയിം സൈസിലുള്ള രണ്ട് ഡിസൈൻസ് വന്നിരിക്കുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല വലിയ ഡിസൈനാണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂവിൽ നന്നായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന പോലത്തെ ഡിസൈനുമാണ്. ഒരു പിങ്കിന്റെ ഒരു ഷെയ്ഡും ഡാർക്ക് ബ്ലൂ ഷെയ്ഡും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൈസിൽ തന്നെയുള്ള ഒരു ഡിസൈൻ, അത്യാവശ്യം ഇതുകൊണ്ട് ഇത്രയും വലുപ്പത്തിൽ തന്നെയുള്ള ഒരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പല്ലു പോർഷൻ നന്നായിട്ട് റിച്ച് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഈ ഒരു സെയിം ഡിസൈൻ തന്നെ കുറച്ചും കൂടെ സൈസ് കുറച്ചിട്ട് രണ്ട് ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. രണ്ട് ഡിസൈൻസ് ആണ് നമുക്ക് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ആ ഒരു ടോപ്പ് പോർഷനിൽ വരുന്ന പോലത്തെ 3 ഫ്ലവറും കുറച്ച് ലീഫും വരുന്നത് പോലെ അതിന്റെ സൈസ് കുറച്ച് രണ്ട് ഡിസൈൻസ് ആണ് ഇതിന്റെ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഒരു ഇച്ചിരി എളുപ്പത്തിൽ വരുന്ന പോലെ കുറച്ചുകൂടെ ലീഫ് ഒക്കെ വരുന്നത് പോലെ ഒരു സ്റ്റാൻഡിങ് പോസിലുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു 3 ചെറിയ ഡിസൈനും 2 വലിയ ഡിസൈനുമാണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1759 rupees ആണ്. ഈ സാരി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ ഈ സാരിയുടെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ ഷെയർ ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലുള്ള കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻ തന്നെയാണ്. ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവർ പാറ്റേൺ ചെയ്തെടുത്തിരിക്കുന്നതാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ നോർമലി കാണുന്ന പോലെ അല്ലാണ്ട് വൈറ്റ് കളർ മാത്രം യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവർ പാറ്റേൺ, ഒരു മോട്ടീവ് പോലെ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ഒരു ഡിസൈൻ. ഫുൾ ഇതിനകത്ത് ഈ ഒരു വൈറ്റ് കളർ ത്രെഡും അതുപോലെ തന്നെ ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു പാറ്റേൺ അതുപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നതാണ്. വലിയ വലുപ്പത്തിലൊന്നും അല്ല, കുഞ്ഞൊരു ചെറിയ സൈസിലുള്ള ഡിസൈൻ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതിന്റെ പല്ലു പോർഷനിൽ ഇങ്ങനെ 3 ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് എൻഡിലും സെൻട്രൽ പോർഷനിലും വരുന്നത് പോലെ 3 ഡിസൈൻസ് ഈ ഒരു സാരിയിൽ പല്ലു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു സാരിയുടെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലൊരു ഡിസൈൻ. ഇത് സെയിം സൈസിൽ ഈ സാരിയിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡിസൈൻസും ഒരേ സൈസിലും ഒരേ പാറ്റേണിലും വരുന്ന പോലത്തെ ഡിസൈൻസ് ആണ്. ഇതിന്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോൾ, അതായത് പല്ലുവിൽ നിന്ന് പുറകോട്ട് കിടക്കുന്ന ആ പോർഷനിലോട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് ഒരു റണ്ണിങ് സ്റ്റിച്ച് ഡിസൈൻ അതുപോലെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു സാരിയുടെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അടുപ്പിച്ച് 4 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയുടെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉടുത്ത് വരുമ്പോൾ അത്യാവശ്യം ഫ്രണ്ട് പോർഷൻ കവർ ചെയ്ത് തന്നെ ഡിസൈൻ ഉണ്ട്. ഒരു വൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അതുപോലെ ഭയങ്കര എറിച്ച് നിൽക്കാത്ത കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു സിമ്പിൾ സാരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ നമ്മൾ നേരത്തെ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി വർക്കിലാണെങ്കിലും ഈ ഒരു പൗഡർ ബ്ലൂവിൽ വൈറ്റ് വരുന്ന കോമ്പിനേഷൻസ് ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് വീണ്ടും എൻക്വയറി ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ചിക്കൻ കറി മോഡൽ സാരീസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തപ്പോൾ ഈ ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ നമുക്ക് ഒത്തിരി എൻക്വയറി വന്ന ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ബ്ലൂവിൽ വൈറ്റ് വരുന്ന ഒരു ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴും ഈ ഒരു സെയിം ഡിസൈൻ തന്നെ പ്ലീറ്റ്സിന് മുമ്പായിട്ട് വരുന്നത് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1895 rupees ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു കോട്ടൺ സിൽക്ക് ഫാബ്രിക് വരുന്ന ഒരു സാരിയാണ്. ഇതൊരു ബ്രിക്ക് ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു സാരിയാണ്. അതിനകത്ത് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി ആണ്. ഇതിന്റെ പല്ലു പോർഷനിൽ നിറച്ചും ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. റാൻഡം ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് പോലെ പല്ലു പോർഷൻ നിറച്ചു. ഇതിന്റെ പല്ലു പോർഷനാണ്. ഫുള്ളായിട്ട് ഈ ഒരു പല്ലു പോർഷനിൽ ഇതുപോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതുപോലെ നിറച്ചും ആ ഒരു ഡിസൈൻസ് കൊടുത്തിരിക്കുന്നതാണ് ഇതിന്റെ പല്ലു ചെയ്തിരിക്കുന്നത്. പല്ലുവിൻ്റെ നമ്മൾ ആ കാണുന്ന എൻഡിൽ ഇച്ചിരി വലുപ്പത്തിൽ ഡിസൈൻസ് കൊടുത്തിട്ട് അങ്ങനെ നിറച്ചും ഡിസൈൻസ് കൊടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. നെക്സ്റ്റ് ഇതിന്റെ ബാക്കി ബോർഡർ പോർഷനിലോട്ടൊക്കെ വരുമ്പോഴത്തേനും ഈ ഒരു ചെറിയ ഫ്ലവർ ഡിസൈൻ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലെയാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ഫുൾ ബോർഡറിലും ഇതുപോലെ ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതേ ഡിസൈൻസ് വന്നിരിക്കുന്ന പോലെയാണ് ഈ ഒരു സാരി ഫുള്ള് വന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പ് വിട്ടിട്ട് ഈ ഒരു ചെറിയ ഡിസൈൻസ് ഈ ഒരു സാരിയുടെ ഫുൾ ബോർഡറിലും വരുന്നുണ്ട്. അങ്ങനെ ഈ സാരി ഉടുത്ത് വരുമ്പോൾ ഇതിന് ഫുൾ ബോർഡർ എംബ്രോയിഡറി വരുന്ന പോലത്തെ ഒരു സാരിയാണ്. സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് പീച്ചിന്റെയും സിൽവറിന്റെയും കോമ്പിനേഷനിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഡിസൈൻ ആണെങ്കിൽ പോലും സിൽക്ക് ത്രെഡ് വെച്ച് യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ആ ഡിസൈൻ ഒരു തിളക്കവും ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അതുപോലെ കോട്ടൺ സിൽക്ക് ഫാബ്രിക് എല്ലാവർക്കും അറിയാലോ, കുറച്ചൊരു ഷൈനിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതുപോലെ ഈ ഒരു സാരിയിൽ ഫോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
ഫോൾ അറ്റാച്ച് ചെയ്ത് തന്നെ ഈ സാരി തന്നിരിക്കുന്നത്. ഫുൾ ഇതിൻ്റെ താഴത്തെ പോർഷനിലോട്ട് ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഫ്ലവേഴ്സ് ഒക്കെ ഒരു സ്റ്റാൻഡിങ് പോസിൽ വരുന്ന പോലെയാണ്. സെയിം ആ ഒരു ഗ്യാപ്പ് വിട്ട് തന്നെ നിറച്ചും ബോർഡർ ഡിസൈൻസ് ഉണ്ട്. ആ ഒരു ബോട്ടം പോർഷനിൽ വരുന്ന ഡിസൈൻസ് എല്ലാം ഇതുപോലെ സ്റ്റാൻഡിങ് പോസിൽ വരുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ സാരിക്ക് റേറ്റ് വരുന്നത് 2100 റുപ്പീസ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ സാരീസൊക്കെ ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അതുപോലെ ഇങ്ങനത്തെ സാരീസൊക്കെ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മൾ ത്രൂ സെല് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നേരിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി വർക്കൊക്കെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡേഴ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും. നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മുടെ മിഷൻ എംബ്രോയിഡറി കളക്ഷൻസും അതുപോലെ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻസ് ആണെങ്കിലും ഒത്തിരി നമുക്ക് ഇപ്പോഴും എൻക്വയറീസ് വരുന്നുണ്ട്. റീസ്റ്റോക്ക് പറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് വരുന്നതായിരിക്കും. അതുപോലെ പുതിയ പുതിയ കളക്ഷൻസ് നമ്മൾ വരുന്ന വീഡിയോകളിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.